ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ, സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു കൊച്ചു പിള്ളേരുടെ കുറച്ച് വിശേഷങ്ങളാണ്. അവർ ഭാവിയിലേക്കുള്ള യൂസഫ് അലിമാരായിട്ട് വരുന്ന കുറച്ച് മക്കളുടെ കഥ പറയാം. നമുക്ക് അവരുടെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വിശേഷങ്ങളൊക്കെ പറയാം. പോരായ്മകളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. ഓക്കെ. അപ്പോൾ ഞാനൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ കണ്ടൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളത് കാണുക. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒരുപാട് പിള്ളേർക്കൊക്കെ പലതും പഠിക്കാനുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഓക്കെ. ഭാവിയിലെ യൂസഫ് അലി താരങ്ങളാണ് അല്ലേ? ആ ഗ്ലാസ് ഒന്ന് കാട്ടേ, 10 രൂപേൻ്റെ ഗ്ലാസ് ഒന്ന് നോട്ടെ. മാഷാ അല്ലാ, വലിയ ഗ്ലാസ്സാണല്ലോ. അപ്പോൾ മോരിനോ? അപ്പോൾ അതിൽ കുടിച്ചാൽ ദാഹം മാറണ്ടേ? നിങ്ങളിങ്ങനെ കൊടുത്താൽ എങ്ങനെ? അപ്പോൾ സർവത്ത് തോനെ കൊടുക്കുന്നു, പിന്നെ മോര് കുറച്ച് കൊടുക്കുള്ളൂ, അങ്ങനെ ഉണ്ടോ? അപ്പോൾ 2 ഗ്ലാസ് കൊടുത്തൂടെ? അതല്ലേ കച്ചവടം, ആളുകൾ കുടിക്കണ്ടേ? നിങ്ങൾ ചെറിയ ചെറിയ ക്ലാസ്സിലൊക്കെ സാധനം കൊടുത്ത ആൾക്കാർക്ക് മുതലാവോ? നിങ്ങളെ നമുക്ക് പേരാ തരാ? എനിക്ക് വലിയ ക്ലാസ്സിന് വേണം മോരുമ്പള, അതിന് വന്നാൽ മതി. അത് അങ്ങനെ കൊടുക്കണം. ആ, മോരൊക്കെ ഈ വെയിലത്തെ ആളുകൾ ദാഹിച്ച് കുടിക്കണല്ലോ, അപ്പോൾ നിറച്ച് കൊടുക്കണം. 10 റുപ്യ. മാറ്റിനോ? അല്ല, ചെറിയ ക്ലാസ്സിന് ചെറുതിന് 5 റുപ്യൊക്കെ പോരെ? ഏടാ എന്ത് കച്ചവടം! ഇതപ്പോൾ യൂസഫ് അലി എൻ്റെ മാരൊന്നല്ല, അതിലും വലിയ കച്ചവടമായിരുന്നേ. ഇത് യൂസഫ് അലി സാഹിബിൻ്റെ കച്ചവടം ഒന്നല്ല, അതിലും വലിയ കച്ചവടമാണ്. മാഷാ അല്ലാ. കുട്ടികൾ മോരും വെള്ളം കച്ചവടത്തിലാട്ടോ. നമ്മൾ മോര് കുടിച്ചോട്ടെ, എന്താ മട്ടെന്ന് നോട്ടെ. ഇതിലെന്തൊക്കെ ഇട്ടിക്കണ നിങ്ങൾ? മോര്, പിന്നെ വെള്ളം. ആരാതിൻ്റെ ഇതുണ്ടാക്കിയ ആളാരാ? മസാലയൊക്കെ ഉമ്മമ്മേ? ഉമ്മമ്മൻ്റെ ഐഡിയ ആണല്ലേ. ചെറിയ ക്ലാസ്സിനൊക്കെ 10 റുപ്യ വാങ്ങാൻ പറഞ്ഞേ അല്ലേ? സംഭവം അടിപൊളിയാണ്. എന്താ 10 റുപ്യ തന്നാ? 10 മതിയോ? 10 മതിയോ? വേറെ എത്ര ക്ലാസ്സിൽ 10? എന്നാ ഇത് 20 ഉണ്ട്. നിങ്ങളോടേക്ക് പറയാനുള്ള എന്താ അറിയോ? അടുത്ത് കയറി നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ വലിയ ക്ലാസ്സിലാണ് കുടിച്ച് 10 റുപ്യ, ഇനി ഞങ്ങൾക്ക് 20 തന്നു. പക്ഷേ നിങ്ങൾ ആ ചെറിയ ക്ലാസ്സിനല്ല 10 വാങ്ങേണ്ടത്, വലിയ ക്ലാസ്സിന് 10 വാങ്ങി കൊടുക്കണം ആൾക്കാർക്ക്. ഓക്കെ. അപ്പോൾ ആൾക്കാർക്കൊന്നും സന്തോഷം കൂടും, നിങ്ങൾക്കും നഷ്ടം വരില്ല. ചെറിയ ക്ലാസ്സിന് 10 റുപ്യ എന്നൊക്കെ പറഞ്ഞാൽ വേറെ. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസമേ, നിങ്ങൾ കച്ചവടം പഠിക്കുകയല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ 10 റുപ്യേൻ്റെ ക്ലാസ്സിന് 20 റുപ്യ എന്നില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ആയി തന്നെ കൊടുക്കുക, എന്നിട്ട് 10 വാങ്ങുക. അപ്പോൾ കച്ചവടം കൂടും. മനസ്സിലായില്ലേ? അതാണ് ഐഡിയ. നമ്മൾ കച്ചവടം ഇങ്ങനെ കൂട്ടിപ്പിടിക്കണം. അപ്പോൾ ചെറിയ ലാഭം വലിയ കച്ചവടം, അങ്ങനെയാണ് യൂസഫ് അലി സാഹിബ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പൂങ്കോട് നിന്ന് പോന്നപ്പോൾ, പൂങ്കോട് ഇതേമാതിരി കുട്ടികൾ കച്ചവടം ചെയ്യുന്നുണ്ട്. അതുപോലെ ആ ചെറിയ ക്ലാസ്സിന് ഇങ്ങോട്ട് 5 റുപ്യാണ്. അതിൽ ഞാൻ ചെറിയ ക്ലാസ്സിൽ 2 കുടിച്ചിട്ട് ഓൾക്ക് എന്ത് കാട്ടി? ഞാൻ 20 റുപ്യ കൊടുക്കും. അപ്പോൾ ഓർക്കും സന്തോഷം, എനിക്കും സന്തോഷം. ഓക്കെ. അപ്പോൾ അങ്ങനെ കച്ചവടം ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്റ്റീൽ ഗ്ലാസ്സിന് 10 വാങ്ങുക. അത് നഷ്ടം വരില്ല കേട്ടോ. നിങ്ങൾ മെച്ചേക്കണം. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് കലക്കി കൊണ്ടുവരല്ലേ, അടിപൊളി മസാലയാണ്. എരിവ് കുറച്ച് കമ്മിയാക്കാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ സാറേ കച്ചവടം നടക്കട്ടെ. ഓക്കെ. ശരി, ഇനിയിപ്പോൾ ഒന്നും മണി എന്നാൽ പോട്ടോ.